ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് സർഫസ് റഫ്നെസ്. സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. There are basically two approaches for measuring surface finish: comparison and direct measurement method. Okay, the direct measurement enables a numerical value to be assigned to the surface finish. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാം: ബൈ കമ്പാരിസൺ ആൻഡ് ബൈ ഡയറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റിലൂടെ എന്താ കിട്ടുന്നത്? ഒരു സർഫസിൻ്റെ റഫ്നെസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ സർഫസിൻ്റെ ഫിനിഷ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടായിരിക്കും ഡയറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടുക. ദെൻ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് സർഫസ് റഫ്നെസ്: ഇൻസ്പെക്ഷൻ ബൈ കമ്പാരിസൺ ആൻഡ് ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മെഷർമെൻറ്റ്. സോ ഇൻസ്പെക്ഷൻ ബൈ കമ്പാരിസണിൽ ഇത്രയും മെത്തേഡ്സ് ഉണ്ട്: ടച്ച് ഇൻസ്പെക്ഷൻ, വിഷ്വൽ ഇൻസ്പെക്ഷൻ, സ്ക്രാച്ച് ഇൻസ്പെക്ഷൻ, മൈക്രോസ്കോപ്പിക് ഇൻസ്പെക്ഷൻ, then micro interferometer, surface photograph, reflected light intensity, as surface dynamometer. Then first method, touch inspection. എന്താണ്? Used when surface roughness is very high. Fingertip is moved along the surface. സർഫസിൽ കൂടെ ഫിംഗർ ടിപ്പ് മൂവ് ചെയ്യുമ്പോൾ സർഫസ് എത്രത്തോളം സ്മൂത്ത് ആണ്, അല്ലെങ്കിൽ ആ സർഫസ് ഫിനിഷ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആകും. ദെൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ: സർഫസ് ഈസ് ഇൻസ്പെക്റ്റഡ് ബൈ നേക്കഡ് ഐ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നേക്കഡ് ഐ കൊണ്ട് സർഫസ് ഇൻസ്പെക്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു സർഫസ് സ്മൂത്ത്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആകും. പക്ഷെ ഇവിടെയൊക്കെ ടച്ച് ഇൻസ്പെക്ഷനിലായാലും വിഷ്വൽ ഇൻസ്പെക്ഷനിലായാലും സർഫസ് ഫിനിഷ് വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് വളരെ പൂവർ ആണെങ്കിലായിരിക്കും കൂടുതലും ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. Then scratch inspection: softer materials such as lead, babbitt or plastics is rubbed over the surface to be inspected. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഏത് സർഫസ് ആണോ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് ആ സർഫസിൽ കൂടെ റബ്ബ് ചെയ്തുകൊണ്ട് സർഫസ് എത്രത്തോളം ഫിനിഷ്ഡ് ആണ് അല്ലേ എന്നുള്ളത് നോക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, മൈക്രോസ്കോപ്പിക് ഇൻസ്പെക്ഷൻ: master finished surface is placed under the microscope and it is compared with the surface under inspection. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സർഫസ് എത്രത്തോളം ഫിനിഷ്ഡ് ആണ് അല്ല എന്നുള്ളത് നോക്കുന്നു. ദെൻ മൈക്രോ ഇൻ്റർഫെറോമീറ്റർ: ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ടു ബി ഇൻസ്പെക്റ്റഡ്. ഇൻ്റർഫറൻസ് ബാൻഡ്സ് ആർ സ്റ്റഡീഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ സർഫസ് ഫ്ലാറ്റ്നെസ് മെഷർ ചെയ്യുന്ന ഇൻ്റർഫെറോമീറ്റേഴ്സ്, അത് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളമാണ് സർഫസ് ഫിനിഷ്ഡ് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ സർഫസ് ഫോട്ടോഗ്രാഫ്സ്: മാഗ്നിഫൈഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ സർഫസ് ആർ ടേക്കൺ വെരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലുമിനേഷൻ സച്ച് എസ് വെർട്ടിക്കൽ ഇലുമിനേഷൻ, ഒബ്ലിക് ഇലുമിനേഷൻ എക്സെട്ര. അപ്പോൾ സർഫസിൻ്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിലൂടെ സർഫസ് എത്രത്തോളം ഫിനിഷ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. Then a reflected light intensity: beam of light is projected onto the surface to be inspected. ഇപ്പോൾ ഇൻസ്പെക്ട് ചെയ്യേണ്ട സർഫസിലേക്ക് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ വെച്ചുകൊണ്ട് സർഫസ് സ്റ്റഡി ചെയ്യുന്നു. Then വളാസ് സർഫസ് ഡൈനാമോമീറ്റർ: ഹിയർ പെൻഡുലം ഇൻ വിച്ച് ദ ടെസ്റ്റിംഗ് ഷൂസ് ആർ clamped to a bearing surface. The time of seeing is a direct measure of surface texture. ദെൻ അടുത്ത ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോവുക. സ്റ്റൈലസ് പ്രോബ്, പ്രൊഫൈലോമീറ്റർ, ടോംലിൻസൺ സർഫസ് മീറ്റർ, സിഗ്മ മൈക്രോ ടെസ്റ്റ്, റോബർട്ട് മെക്രിൻ റഫ്നെസ് ഇൻഡിക്കേറ്റർ, ടൈലർ ഹോബ്സൺ ടൈൽ സർഫ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചെണ്ണമാണ് പഠിക്കാനുള്ളത്. അക്കോർഡിംഗ് ടു ദ സിലബസ്, സ്റ്റൈലസ് പ്രോബ്, ടോംലിൻസൺ ആൻഡ് ടൈലർ. ദെൻ സ്റ്റൈലസ് പ്രോബ് ഓർ സ്റ്റൈലസ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്. എന്താണ് സ്റ്റൈലസ് യൂസ് ചെയ്തുകൊണ്ടുള്ള റഫ്നെസ് മെഷർമെൻറ്റ്? ഓക്കെ, നമുക്കതിൻ്റെ ഇമേജ് നോക്കാം. ഇത്തരം സ്റ്റൈലസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സർഫസ് മെഷർമെൻറ്റിൽ ഒരു സ്റ്റൈലസ് ഉണ്ടാകും, ദെൻ ഒരു സ്കിഡ് ഉണ്ടാകും. ഓക്കെ, ഈ കാണുന്നതാണ് സർഫസ്.
നമുക്ക് നോക്കാം. ഇഫ് എ ഫൈൻലി പോയിന്റഡ് പ്രോബ് ഓർ സ്റ്റൈലസ്, ഈ കാണുന്ന ഫൈൻലി പോയിന്റഡ് ആയിട്ടുള്ള മോസ്റ്റ്ലി ഡയമണ്ട് ടിപ്പുള്ള, കൂടുതലും സ്റ്റൈലസ് ഡയമണ്ട് ടിപ്പുള്ള സ്റ്റൈലസുകളായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റൈലസ് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നു. ദെൻ ആ സർഫസിലെ ഇറഗുലാരിറ്റീസ് അതിനനുസരിച്ച് സ്റ്റൈലസിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ മൂവ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് സർഫസ് ഫിനിഷ് മെഷർ ചെയ്യുന്നു. If a finely pointed probe or stylus be moved over the surface of a workpiece, the vertical movement of the stylus caused due to the irregularities in the surface texture can be used to assess the surface finish of the workpiece. ഇപ്പോൾ സ്റ്റൈലസിൻ്റെ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സർഫസ് ഇറഗുലാരിറ്റീസ്, അപ്പോൾ അത് നമ്മൾ പ്രോപ്പർലി മെഷർ ചെയ്തുകൊണ്ട് സർഫസ് എത്രത്തോളം ഫിനിഷ്ഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ സ്റ്റൈലസ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ്. ഫസ്റ്റ് വൺ, സ്കിഡ് ഓർ ഷൂ എന്ന് പറയും. എ സ്കിഡ് ഓർ ഷൂ ഡ്രോൺ ഓവർ ദ വർക്ക് പീസ് surface such that it follows the general contours of the surface as accurately as possible. The skid also provides the datum for the stylus. Then stylus എന്താണ്? A stylus that moves over the surface along with the skid such that its motion is vertical relative to the skid. അപ്പോൾ സ്കിഡ് എന്ന് പറയുന്നതൊരു ഡേറ്റമാണ്. സ്കിഡ് അതോടൊപ്പം തന്നെ സ്റ്റൈലസും സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. പക്ഷേ ഈ സ്റ്റൈലസിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ അതിനെയായിരിക്കും അത് വെച്ചായിരിക്കും മെഷർമെൻറ്റ്, സർഫസ് ഫിനിഷ് മെഷർമെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുന്നത്. ദെൻ ആൻ ആംപ്ലിഫയിങ് ഡിവൈസ് ഫോർ മാഗ്നിഫയിങ് ദ സ്റ്റൈലസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റൈലസ് മൂവ്മെൻറ്റ് അതിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടാകും. ദെൻ ലാസ്റ്റ് വൺ, എ റെക്കോർഡിംഗ് ഡിവൈസ്. A recording device to produce a trace or record of the surface profile. അപ്പോൾ ഇവിടെ ആംപ്ലിഫൈങ് ഡിവൈസ് ഉണ്ടാകും, കാരണം ആ സ്റ്റൈലസിൻ്റെ ചെറിയ മൂവ്മെൻറ്റുകളെ ആംപ്ലിഫൈ ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ടാകും. ലാസ്റ്റ് വൺ, റെക്കോർഡിംഗ് ഡിവൈസ് മീൻസ് ആ സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റ് എന്താണോ ആ മൂവ്മെൻറ്റിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ന്യൂമറിക്കൽ വാല്യൂ തരുന്ന ഒരു ഡിവൈസും ഉണ്ടാകും. കാരണം ന്യൂമറിക്കൽ വാല്യൂയിലൂടെ സർഫസിൻ്റെ ഫിനിഷ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ആ ഒരു സർഫസിൻ്റെ പ്രൊഫൈല് അത് റെക്കോർഡ് ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർഫസിൻ്റെ നേച്ചറും മനസ്സിലാകും. ദെൻ വർക്കിംഗ്. എ സ്റ്റൈലസ് ഡ്രോൺ അക്രോസ് ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ജനറേറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് that are proportional to the dimension of the asperities. അപ്പോൾ എനിവേ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെക്കാനിസമാണ് ടോമിൽസൺ സർഫസും അതുപോലെ തന്നെ ടൈലർ ഹോബ്സൺ ഒക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇത്തരത്തിൽ സ്റ്റൈലസ് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിവേ അത്തരത്തിൽ ആ സ്റ്റൈലസ് മൂവ്മെൻറ്റ് അത് പ്യുവർലി മെക്കാനിക്കലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ആ സ്റ്റൈലസ് മൂവ്മെൻറ്റ് ആ മെക്കാനിക്കൽ മൂവ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിൽ ഒരു കേസാണ് ഈ പറയുന്നത്. എ സ്റ്റൈലസ് ഡ്രോൺ അക്രോസ് ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ജനറേറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ദാറ്റ് ആർ പ്രൊപ്പോർഷണൽ ടു ദ dimension of asperities. Then movement of the stylus are used to modulate a high frequency carrier current or to generate a voltage signal. Then the output is then amplified by suitable means and is used to operate a recording or indicating instrument. അപ്പോൾ സ്റ്റൈലസ് വെച്ചുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റൈലസിൻ്റെ ആ മൂവ്മെൻറ്റ് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കുന്ന ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റും ഉണ്ടാകും. അപ്പോൾ എനിവേ ഇത്തരത്തിലുള്ള ആംപ്ലിഫൈയിങ് ആയിക്കോട്ടെ റെക്കോർഡിംഗ് ആയിക്കോട്ടെ അത് ഇലക്ട്രിക്കൽ മീൻസ് ആകാം, മെക്കാനിക്കൽ മീൻസ് ആകാം. അപ്പോൾ അത്തരത്തിൽ മെക്കാനിക്കൽ മീൻസ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ മീൻസ് ആയിട്ടുള്ള
ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ എനിവേ ഈ സ്റ്റൈലസ് മൂവ്മെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ഒരു സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ അതിൽ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ മീൻസിലൂടെ എങ്ങനെ ഔട്ട്പുട്ടിൽ എത്തിക്കാം എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. Then stylus moves over the surface with the skid. Stylus moves vertically up and down due to surface roughness. Then stylus movements are magnified by an amplifying device and recorded to produce a trace. Okay. Then trace is then analyzed by some automatic device incorporated in the instrument. The stylus is typically a diamond having a cone angle of 90 degree and a spherical tip a radius of 1 to 5 micrometer or even less. Then the stylus tip radius should be small enough to follow the details of the surface regularities. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈലസ് അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്ന ഡയമണ്ട് ആയിരിക്കും. അപ്പോൾ അത് വളരെ സ്മോൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ സർഫസിൻ്റെ ഇറഗുലാരിറ്റീസ് ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. So the stylus tip radius should be small enough to follow the details of the surface irregularities, but should also have the strength to resist wear and shocks. അപ്പോൾ വിയറും ഷോക്കും റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഈ ഒരു സ്റ്റൈലസിൻ്റെ പോയിൻ്ററിന് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യാനുള്ള കാരണം. Then stylus load should also be controlled so that it does not leave additional scratch marks on the component. അപ്പോൾ സ്റ്റൈലസ് മൂവ് ചെയ്തുകൊണ്ട് അഡീഷണൽ ആയിട്ടൊരു സ്ക്രാച്ച് ആ സർഫസിൽ ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലുള്ളൊരു പ്രിക്കോഷനും അവിടെ ഉണ്ടാവണം. ഈ കാണുന്നത് സ്റ്റൈലസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജനറൽ സിസ്റ്റം എന്ന് പറയും, ജനറൽ ഇലക്ട്രിക്കൽ സിസ്റ്റം. അപ്പോൾ സ്റ്റൈലസ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. ദെൻ ആ സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്യാനൊരു ഡിവൈസ് ഉണ്ടാകും ബൈ ഇലക്ട്രിക്കൽ മീൻസ്. ദെൻ ആ ആംപ്ലിഫൈഡ് സിഗ്നലിനെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു റെക്കോർഡർ നമുക്ക് കാണിച്ചു തരും എന്താണ് ആ ഒരു സർഫസിൻ്റെ ഇറഗുലാരിറ്റി എന്നുള്ളത്. ഇനി അതോടൊപ്പം തന്നെ ഈ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്കതൊരു ന്യൂമറിക്കൽ വാല്യൂ, ആ സർഫസിൻ്റെ ഫിനിഷ് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ന്യൂമറിക്കൽ വാല്യൂ തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിനി പഠിക്കാൻ പോകുന്ന ടെയ്ലർ ഹോപ്സൺ, അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സിസ്റ്റം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഓക്കെ, ദെൻ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഈ ഒരു സ്റ്റൈലസും അതുപോലെ തന്നെ സ്കിഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ടോംലിൻസൺ സർഫസ് മീറ്ററും ടെയ്ലർ ഹോപ്സൺ ടാലി സർഫുമാണ്. അതിൽ ടോംലിൻസൺ സർഫസ് മീറ്റർ എന്ന് പറയുന്നത് പ്യുവർലി മെക്കാനിക്കൽ ബേസ്ഡ് ആണ്. അതായത് സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഫൈനലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം മെക്കാനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ആണ്. നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിലെ പോലെ ഒരു ആംപ്ലിഫൈങ് ഡിവൈസോ അല്ലെങ്കിൽ റെക്കോർഡിങ് തരുന്ന ഡിവൈസോ ന്യൂമറിക്കൽ വാല്യൂ തരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഒന്നും ഇല്ലാത്ത പ്യുവർലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടോംലിൻസൺ. ആ ടോംലിൻസണിലും സ്റ്റൈലസും സ്കിഡും ഒക്കെ ഉണ്ടാകും. ഇനി ടെയ്ലർ ഹോപ്സൺ എന്ന് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട ആ ഒരു ഇലക്ട്രിക്കലായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലസ് സിസ്റ്റം. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റൈലസും സ്കിഡും എല്ലാം യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ അവിടെ ആംപ്ലിഫയർ യൂസ് ചെയ്യും. ദെൻ ന്യൂമറിക്കലായിട്ട് നമുക്ക് റഫ്നെസ് വാല്യൂ തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഡിവൈസും ഉണ്ടാകും. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടു. അവിടെ ഒരു സ്റ്റൈലസ് ഉണ്ടാകും. ദെൻ ആ സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റ്, അപ്പോൾ അതിനെ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ബൈ ഇലക്ട്രിക്കൽ മീൻസ് ഓർ ബൈ മെക്കാനിക്കൽ മീൻസ്. അപ്പോൾ നമ്മൾ ടോംലിൻസൺ സർഫസ് മീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് നോക്കാൻ പോവുകയാണ് ഫോർ സർഫസ് മെഷർമെൻറ്റ്. ദിസ് ഈസ് എ മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻഡ് ബൈ ഡോക്ടർ ടോംലിൻസൺ ഓഫ് ദ നാഷണൽ ഫിസിക്സ് ലബോറട്ടറി ഓഫ് ദ UK. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സ്റ്റൈലസും സ്കിഡും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലസ് പ്രോബ് അറേഞ്ച്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. പക്ഷേ ഇതൊരു മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ സിസ്റ്റമാണ്. ഇവിടെ ഇലക്ട്രിക്കൽ മീൻസ് ഒന്നും വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ദെൻ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റൈലസ്. അതിന് എൻഡിലായിട്ടൊരു ഡയമണ്ട് ടിപ്പുണ്ട്. ദെൻ ഈ കാണുന്നതാണ് സ്കിഡ്. ദെൻ ഈ സ്റ്റൈലസ് ഈ കാണുന്നതാണ് ഒരു ക്രോസ്ഡ് റോളർ എന്ന് പറയുന്ന ഒന്ന്. മീൻസ് നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കാൻ നേരത്ത് ഇതൊരു റോളറായിട്ട്, ഒരു സിലിണ്ടറിക്കൽ റോളറായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് സൈഡ് വ്യൂ ആണ്. മീൻസ് ഈ സ്റ്റൈലസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുവാണെങ്കിൽ ഈ റോളർ തിരിയുന്നതനുസരിച്ച് റോളറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന എന്തായിരിക്കും, ഈ ഒരു ലിങ്ങിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. അതാണ് ഈ മൂവ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്രോസ് റോളറുമായിട്ട് ചേർന്ന് ഇപ്പുറത്ത് 2 റോളേഴ്സും കൂടി ഇരിക്കുന്നുണ്ട്. ഫിക്സഡ് റോളേഴ്സ് എന്നാണ് അവരുടെ പേര്. ഈ കാണുന്നതാണ് ഫിക്സഡ് റോളേഴ്സ്. ഓക്കെ, ഫിക്സഡ് റോളേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു റോളേഴ്സ് ഉണ്ടാകും, ഫിക്സഡ് റോളേഴ്സ്. ദെൻ പിന്നെയുള്ളത് നമുക്ക് സ്പ്രിങ് ആണ്. ദെൻ വരുന്നത് ഒരു ലീഫ് സ്പ്രിങ് ആണ്. ഓക്കെ, പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു സ്റ്റീൽ ആമിൻ്റെ എൻഡിലായിട്ട് ഒരു ഡയമണ്ട് ടിപ്പുണ്ട്. ദെൻ നമുക്ക് ആ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഇറഗുലാരിറ്റി പ്രൊഫൈൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്മോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഉള്ള അറേഞ്ച്മെൻറ്റ്സ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈലസ് സർഫസിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്ക് പീസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ സ്റ്റൈലസ് ഈ സർഫസിൽ കൂടെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ സർഫസിൻ്റെ ഇറഗുലാരിറ്റിക്ക് അനുസരിച്ച് സ്റ്റൈലസിന് ഇത്തരത്തിലൊരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകും. ആ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റീൽ ആമിന് ഇത്തരത്തിലൊരു റോട്ടറി മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ സ്റ്റീൽ ആമിൻ്റെ എൻഡിലായിട്ട് ഒരു ഡയമണ്ട് ടിപ്പുണ്ട്. ആ ഡയമണ്ട് ടിപ്പ് ഈ സ്മോക്ക്ഡ് ഗ്ലാസ്സിൽ ആ ഒരു സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇറഗുലാരിറ്റി പ്രൊഫൈൽ ട്രേസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫങ്ഷൻ. എനിവേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. സ്റ്റൈലസിനുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ മെക്കാനിക്കൽ മീൻസിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എന്താണോ അത് ട്രേസ് ചെയ്യുന്നു. The sensing element is the stylus which moves up and down depending upon the irregularities of the workpiece. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർഫസിൽ ഇറഗുലാരിറ്റീസിനനുസരിച്ച് ഈ സ്റ്റൈലസിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകും. The stylus is constrained to move only in the vertical direction because of a leaf spring and a coil spring. അപ്പോൾ ഈ ഒരു സ്റ്റൈലസിന് അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കൂ. കാരണം ആ ഒരു രീതിയിൽ അതിനെ കൺസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പ്രിങ് ആൻഡ് ലീവ് സ്പ്രിങ്. അപ്പോൾ ഈ സ്പ്രിങ്ങും ലീവ് സ്പ്രിങ്ങും കൂടെ ഈ ഒരു സ്റ്റൈലസിനെ ഈ കാണുന്ന ക്രോസ് റോളറും ഫിക്സർ റോളറുമായിട്ട് പെർഫെക്റ്റ്ലി ഫേം കോണ്ടാക്റ്റിൽ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൈലസിന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കൂ. The tension in the coil spring P causes a similar tension in the leaf spring. These two combined forces hold a cross roller in position between the stylus and a pair of parallel fixed rollers. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്പ്രിങ്ങും ഈ ലീവ് സ്പ്രിങ്ങുമാണ് ഈ സ്റ്റൈലസിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ക്രോസ് റോളറിനും അതുപോലെ ഫിക്സഡ് റോളറിനും ഇടയ്ക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുത്തിക്കൊണ്ട് സ്റ്റൈലസിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് മാത്രം പോസിബിൾ ആക്കുന്നത് with the help of spring and leaf spring. Then a shoe or skid is attached to the body of the instrument to provide the required datum for the measurement of surface roughness. അപ്പോൾ ഡേറ്റം പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കിഡ് കൊടുത്തിരിക്കുന്നത്. Then the stylus is restrained from all motions except the vertical one by the tension in coil and leaf spring. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്റ്റൈലസിന്
ഒരൊറ്റ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മാത്രമാണ്. അത് പോസിബിൾ ആക്കുന്നത് ഈ കോയിൽ സ്പ്രിങ്ങും ലീഫ് സ്പ്രിങ്ങും കൂടെ ചേർന്നാണ്. ദെൻ എ light spring steel arm is attached to the cross roller or lapped steel cylinder and carries a diamond strip. അപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റീൽ ആം ഉണ്ട്. അപ്പോൾ ഈ ആം ക്രോസ് റോളറായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രോസ് റോളർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്റ്റീൽ ആമും റൊട്ടേറ്റ് ചെയ്യും. സ്റ്റീൽ ആമിൻ്റെ എൻഡിലായിട്ട് ഒരു ഡയമണ്ട് ടിപ്പുണ്ട്. Then the translatory motion of the stylus causes rotation of the cross roller about the point A, which in turn is converted to a magnified motion of the diamond point. അപ്പോൾ സ്റ്റൈലസിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ക്രോസ് റോളർ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ക്രോസ് റോളറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ആര്? നമ്മുടെ സ്റ്റീൽ ആം. അപ്പോൾ സ്റ്റീൽ ആം റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റീൽ ആമിൻ്റെ എൻഡിലായിട്ട് ഡയമണ്ട് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു മോഷൻ ഡയമണ്ട് ടിപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നു. The vertical movement coupled with the horizontal movement produces a trace on the glass magnified in vertical direction and there being no magnification in horizontal direction. ഇപ്പോൾ ഇത്തരത്തിൽ സ്റ്റൈലസിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് ആ ഫുൾ സർഫസ് ട്രേസ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്മോക്ക്ഡ് ഗ്ലാസ് ആൻഡ് ഡയമണ്ട് ടിപ്പ്. The diamond tip traces the profile of the workpiece on a smoked glass sheet. The glass sheet is transferred to an optical projector and magnified further. Okay, typically a magnification of the order of 50 to 100 is easily achieved in this instrument. അപ്പോൾ അതാണ് പ്യുവർലി മെക്കാനിക്കലായിട്ടുള്ള സർഫസ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രൊഫൈല് സ്മോക്ക്ഡ് ഗ്ലാസ്സിൽ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നു. In order to get a trace of the surface irregularities, a relative motion need to be generated between the stylus and workpiece surface. കാരണം ആ വർക്ക് പീസിൻ്റെ സർഫസ് ഫുള്ളായിട്ട് ട്രേസ് ചെയ്യണമെങ്കിൽ അവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാകണം സ്റ്റൈലസും വർക്ക് പീസുമായിട്ട്. യൂഷ്വലി ദിസ് റിക്വയർമെൻറ്റ് ഈസ് മെറ്റ് ബൈ മൂവിങ് ദ ബോഡി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് സ്ലോലി വിത്ത് എ സ്ക്രൂ ഡ്രിവൺ ബൈ ആൻ ഇലക്ട്രിക് മോട്ടർ അറ്റ് എ വെരി സ്ലോ സ്പീഡ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? വർക്ക് പീസിനെ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് ഈ ഫുൾ ഇൻസ്ട്രുമെൻറ്റ് ഒരു മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഫുൾ സർഫസ് ട്രേസ് ചെയ്ത് എടുക്കും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടെയ്ലർ ഹോപ്സർ എന്ന് പറയുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിസ്റ്റം നോക്കാം. താങ്ക് യു.